അമൃതഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിരവധി വിദേശ ആക്രമണത്തെ അതിജീവിച്ച ചരിത്രമാണ് ഭാരതത്തിനുള്ളത്. മുഗളന്മാരിൽ തുടങ്ങി ബ്രിട്ടീഷുകാർ വരെയുള്ള വിദേശ ശക്തികളുമായുള്ള യുദ്ധത്തിൽ ഭാരതത്തിന്റെ നിരവധി ധീരയോദ്ധാക്കളാണ് ജീവൻ ബലി നൽകിയത്. മുഗളന്മാർക്കെതിരായ പോരാട്ടത്തിലാണ് സിഖ് ഗുരു ഗോവിന്ദ് സിംഗിന്റെ മക്കളായ ബാബ ഫത്തേ സിംഗും ബാബ സോറോവർ സിംഗും രക്തസാക്ഷികളായത്. സിഖ് ഗുരു ഗോവിന്ദ് സിംഗിന്റെ മക്കളായ ബാബ ഫത്തേ സിംഗിന്റെയും ബാബ സറോവർ സിംഗിന്റെയും വീരബലിദാനം ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഓർമ്മകളിലൊന്നാണ്. ഗുരു ഗോവിന്ദ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സിഖ് സംഘത്തെ അരിഞ്ഞു തള്ളാനെത്തിയ മുഗൾ സേനയ്ക്ക് ഭീഷണമായ ചെറുത്തുനിൽപ്പാണ് നേരിടേണ്ടി വന്നത്. യുദ്ധത്തിനൊടുവിൽ ഗുരുവിന്റെ നന്നേ ഇളയ 2 കുട്ടികളും മുഗൾ സേനയുടെ പിടിയിലായി. വെറും 7 വയസ്സായിരുന്നു ഇളയ കുട്ടിയുടെ പ്രായം. ചേട്ടനാകട്ടെ പ്രായം 9 വയസ്സ്. അവരിൽ നിന്നും ഗുരുവിനെക്കുറിച്ചുള്ള വിവരം ചോർത്താനായി മൃഗീയമായ മർദ്ദനമാണ് നടത്തിയത്. കടുത്ത വേദനയിലും തങ്ങളുടെ രഹസ്യം കാത്തുസൂക്ഷിച്ച് വീരമൃത്യു വരിച്ച ആ ധീര ബാലന്മാരുടെ ഓർമ്മകൾ സജീവമാക്കി നിർത്താൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതനുസരിച്ച് തുടങ്ങിയ ദേശീയ ആചരണമാണ് വീർബാൽ ദിവസ്. 2023 വീർബാൽ ദിവസ് ആഘോഷിച്ചത് ഡിസംബർ 26-നായിരുന്നു. രാജ്യമെമ്പാടും സംഘടിപ്പിച്ച വൈവിധ്യപൂർണമായ പരിപാടികളിലൂടെ പൗരന്മാർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്, സാഹിബ് സാദെ അഥവാ ചരിത്രത്തിലെ ആ 2 വീരബാലന്മാരുടെ ധീരതയുടെ കഥകൾ പങ്കുവയ്ക്കപ്പെട്ടു. ഈ വർഷത്തെ ആഘോഷങ്ങളിൽ രാജ്യത്തിന്റെ ശ്രദ്ധ പ്രധാനമായും പതിഞ്ഞത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിലായിരുന്നു. കുട്ടികൾ അവതരിപ്പിച്ച സംഗീതത്തിനും 3 ആയോധന കലകളുടെ പ്രദർശനത്തിനും ശ്രീ മോദി സാക്ഷ്യം വഹിച്ചു. ഈ അവസരത്തിൽ ഡൽഹിയിൽ യുവജനങ്ങളുടെ മാർച്ച് പാസ്റ്റും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. വീർ സാഹിബ് സാദമാരുടെ അനശ്വര ത്യാഗങ്ങളെ രാജ്യം സ്മരിക്കുകയാണെന്നും അവരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അമൃതകാലത്ത് വീർബാൽ ദിവസിന്റെ പുതിയ അധ്യായം ഇന്ത്യക്കായി വികസിക്കുകയാണെന്നും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആസാദി के अमृत काल में वीर बाल दिवस के रूप में एक नया अध्याय प्रारंभ हुआ है. पिछले वर्ष देश ने पहली बार 26 दिसंबर को वीर बाल दिवस के तौर पर मनाया था. तब पूरे देश में सभी ने भाव विभोर होकर साहिबजादों की वीर गाथाओं को सुना था. वीर बाल दिवस भारतीयता की रक्षा के लिए कुछ भी कर गुजरने के संकल्प का प्रतीक है. കഴിഞ്ഞ വർഷം ഇതേ ദിവസം വീർ സാഹിബ് സാദയുടെ വീരഗാഥകൾ ആചരിച്ച ആദ്യ വീർബാൽ ദിവസ് ആഘോഷങ്ങൾ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഭാരതീയതയുടെ സംരക്ഷണത്തിനായുള്ള ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവത്തിന്റെ പ്രതീകമാണ് വീർബാൽ ദിവസ്. ധീരതയുടെ ഉന്നതിയിലെത്തുമ്പോൾ പ്രായം പ്രശ്നമല്ലെന്ന് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രധാനമന്ത്രി മോദി ഊന്നിപ്പറഞ്ഞു. സമാനതകളില്ലാത്ത ധൈര്യത്തോടെയുള്ള ധീരഹൃദയരെ പ്രസവിച്ച അമ്മമാർക്കുള്ള ദേശീയ ശ്രദ്ധാഞ്ജലിയാണ് വീർബാൽ ദിവസ്, അദ്ദേഹം പറഞ്ഞു. ये दिन हमें याद दिलाता है कि शौर्य की पराकाष्ठा के समय कम आयु मायने नहीं रखती. ये उस महान विरासत का पर्व है जहां गुरु कहते थे, सूरा सो पहचानिए, सूरा सो पहचानिए, जो लड़ाई दिन के है, पुरजा पुरजा कट मरे, कभू ना छाड़े खेत. माता गुजरी गुरु गोविंद सिंह जी
और उनके चारों साहिबजादों की वीरता और आदर्श आज भी हर भारतीय को ताकत देते हैं। इसलिए वीर बाल दिवस उन सच्चे वीरों के अप्रतिम शौर्य और उनको जन्म देने वाली माता के प्रति राष्ट्र की सच्ची श्रद्धांजलि है। വീർബാൽ ദിവസിന്റെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിച്ച വീർ സാഹിബ് സാദമാരുടെ അനശ്വര ത്യാഗങ്ങളെ പ്രകീർത്തിക്കുന്ന കീർത്തനങ്ങളും കലാപരിപാടികളും ചരിത്രത്തിലെ അവിസ്മരണീയ നിമിഷങ്ങളുടെ പുനരവതരണമായി മാറി. പിന്നീട് പഞ്ചാബിൽ നിന്നും കേരളത്തിൽ നിന്നും മണിപ്പൂരിൽ നിന്നുമുള്ള ആയോധന കലകൾ കുട്ടികൾ അവതരിപ്പിച്ചത് സദസ്സിനെ ആവേശത്തിലാഴ്ത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയും അനുരാഗ് സിംഗ് ഠാക്കൂറും ധർമ്മേന്ദ്ര പ്രധാനും ഉൾപ്പെട്ട സദസ്സിനെ അമ്പരപ്പിച്ച പ്രകടനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ അവതരിപ്പിച്ച കളരിപ്പയറ്റുമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും അടങ്ങിയ സദസ്സിന് മുൻപാകെ ആയോധനകല അവതരിപ്പിക്കാൻ ലഭിച്ച സന്തോഷത്തിലാണ് ഈ 16 വിദ്യാർത്ഥികൾ. കൊല്ലം പുളിയത്തുമുക്കിലെ MVG CVN കളരിയിലെ കൃഷ്ണ എസ് ഗണേഷിന്റെ നേതൃത്വത്തിലുള്ള 16-അംഗ സംഘമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കളരിമുറകൾ ഇണക്കി കൊറിയോഗ്രാഫി ചെയ്ത് ചിട്ടപ്പെടുത്തി മനോഹരമായി അവതരിപ്പിച്ച് ഇന്ദ്രപ്രസ്ഥത്തിന്റെ മനം കവർന്നത്. ഞാൻ കൊല്ലം MVG CVN കളരിയിലെ PV ശിവകുമാർ ഗുരുക്കളുടെ ശിഷ്യനാണ്. അപ്പോൾ കഴിഞ്ഞ 26-ാം തീയതി നടക്കുന്ന വീർബൽ ദിവസ ദിനാചരണവുമായി ബന്ധപ്പെട്ടാണ് സംഗീത നാട്യ അക്കാദമിയിൽ നിന്ന് ഞങ്ങൾക്കൊരു ക്ഷണം ഇങ്ങനെ വന്നത്. അപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു, ഒരു 3 ദിവസത്തെ ഗ്യാപ്പിലാണ് നമുക്ക് ക്ഷണം വന്നത്. എന്നിട്ട് പറഞ്ഞു ഇന്നപോലെ പ്രധാനമന്ത്രിയുമായി പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനിലേക്ക് കളരിപ്പയറ്റിൻ്റെ പ്രദർശനം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിൽ മറ്റൊരു സന്തോഷം തരുന്ന വാർത്ത എന്തെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നതാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്.
കളരിപ്പയറ്റ് പുള്ളിക്ക് കാണണമെന്നും അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ക്ഷണിക്കുന്നതെന്നും അറിയും. അപ്പോൾ തന്നെ വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ 16 പേര് അടങ്ങുന്ന ഒരു ടീം പെട്ടെന്ന് തന്നെ കൊണ്ടുവരികയും ഈ പറഞ്ഞ കുട്ടികളെല്ലാവരും ചേർന്ന് ഒരു കൊറിയോഗ്രാഫി പെട്ടെന്ന് തന്നെ ചെയ്ത് വളരെ ഭംഗിയായി തന്നെ നമുക്കത് പരിശീലിക്കാനും പോയി പ്രദർശനം നടത്തുവാനും വളരെ ഗംഭീരമായി തന്നെ പ്രദർശിപ്പിക്കാനും സാധിച്ചു. നിലവിൽ കഴിഞ്ഞ 26-ാം തീയതിയാണ് വീർബാൽ ദിവസ് എന്നൊരു ഇവന്റുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുന്ന് 16 അംഗ സംഘമായിരുന്നു നമ്മളിവിടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒരുപാട് ഒഫീഷ്യൽസ് പങ്കെടുത്തിരുന്ന ഒരു പരിപാടിയായിരുന്നു. PM നരേന്ദ്രമോദി, മിനിസ്റ്റേഴ്സ് ഒരുപാട് പങ്കെടുത്തിരുന്നു. സ്മൃതി ഇറാനി അടക്കമുള്ള ഒരുപാട് മിനിസ്റ്റേഴ്സ് പങ്കെടുത്തിരുന്നു. നമുക്ക് അവിടെ വളരെ നല്ലൊരു രീതിയിലേക്കാണ് നമ്മളെ അവർ അക്സെപ്റ്റ് ചെയ്തത്. ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് വേറെ മാർഷൽ ആർട്ടുകളും ഉണ്ടായിരുന്നു. മണിപ്പൂരിലെ താങ്ത, അതേപോലെ പഞ്ചാബിലെ ഘട്ക എന്ന് പറയുന്ന 2 മാർഷൽ ആർട്ടിനൊപ്പമാണ് കളരിപ്പയറ്റ് എന്ന രീതിയിൽ കേരളത്തിന്റെ തനത് ആയോധന കല എന്ന രീതിയിൽ നമുക്കിവിടെ അവതരിപ്പിക്കാൻ സാധിച്ചതിലും വളരെ വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. വീർബാൽ ദിവസിലെ പരിപാടിക്ക് ശേഷം രാഷ്ട്രപതി ഭവനും അമൃത് ഉദ്യാനവും പ്രധാനമന്ത്രി സംഗ്രഹാലയവും സന്ദർശിക്കാനുള്ള അവസരവും ഈ കുട്ടികൾക്ക് ലഭിച്ചിരുന്നു. സമുദ്ര സുരക്ഷയിൽ ലോകത്തെ പ്രബല ശക്തിയാണ് ഇന്ത്യ ഇന്ന്. ഇത് തെളിയിക്കുന്നതായിരുന്നു INS ഇംഫാലിന്റെ കമ്മീഷനിങ്ങും ചരക്കുകപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേന ഒരുക്കിയ പ്രതിരോധവും. പ്രതിരോധ രംഗത്ത് വർദ്ധിച്ചുവരുന്ന സ്വാശ്രയത്വത്തിന്റെ പ്രതീകമാണ് INS ഇംഫാൽ. ഏറ്റവും പുതിയ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ INS ഇംഫാൽ മുംബൈയിൽ നടന്ന ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കപ്പൽ കമ്മീഷൻ ചെയ്തു. 7400 ടൺ ഭാരവും 163 മീറ്റർ നീളവും 17 മീറ്റർ വീതിയുമുള്ള ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ വിഭാഗത്തിലാണ് ഈ കപ്പൽ. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് വിക്ഷേപിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. ബ്രഹ്മോസ് മിസൈൽ പരീക്ഷണം കഴിഞ്ഞ മാസം വിജയകരമായി കപ്പലിൽ നടത്തിയിരുന്നു. ഉപരിതലത്തിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ, കപ്പലുകളെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ, ടോർപിഡോകൾ എന്നിവയുൾപ്പെടെ അത്യാധുനിക ആയുധങ്ങളും സെൻസറുകളും ഉൾക്കൊള്ളുന്ന ശക്തവും ബഹുമുഖവുമായ പ്ലാറ്റ്ഫോമാണ് ഇംഫാൽ. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ശക്തമായ യുദ്ധക്കപ്പലുകളിലൊന്നായി ഇംഫാലിനെ കണക്കാക്കാം. ഭാരതത്തിന്റെ കപ്പൽ നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ തെളിവ് കൂടിയാണിത്. ഇന്ത്യൻ നേവിയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയാണ് കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മസ്കോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് നിർമ്മാണം. MSMEകൾ, DRDO എന്നിവ ഉൾപ്പെടെ പൊതു സ്വകാര്യ മേഖലകൾ യുദ്ധക്കപ്പൽ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഗണ്യമായ പിന്തുണ നൽകിയിട്ടുണ്ട്. പ്രൊജക്ട് 15B വിശാഖപട്ടണം ക്ലാസ് വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഇംഫാലിന്റെ നിർമ്മാണവും പരീക്ഷണങ്ങളും പൂർത്തിയാക്കിയത്. 2017 മെയ് 19-നാണ് യുദ്ധക്കപ്പലിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2019 ഏപ്രിൽ 20-ന് നീറ്റിലിറക്കി. ഈ വർഷം ഏപ്രിൽ 28-ന് സമുദ്ര പരീക്ഷണവും നടന്നു. ഒക്ടോബർ 20-ന് കപ്പൽ നാവികസേനയ്ക്ക് കൈമാറുകയും ചെയ്തു. INS ഇംഫാലിനെ പ്രതിരോധ രംഗത്തെ ആത്മനിർഭരതയുടെ ഉജ്ജ്വല ഉദാഹരണമായാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചത്. INS इम्फाल का भारतीय नौसेना में शामिल होना रक्षा क्षेत्र में भारत की आत्मनिर्भरता का यह जीता जागता प्रमाण है. ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഇത് വഴിയൊരുക്കും. തദ്ദേശീയമായ വിവിധ ഘടകങ്ങളുള്ള ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് INS ഇംഫാലിന് രൂപം നൽകിയത്. राष्ट्रीय सुरक्षा के प्रति MDL एवं नेवी की कमिटमेंट और इसके निर्माण में शामिल सभी स्टेक होल्डर्स की कठिन मेहनत, लगन और समर्पण को भी दर्शाता है. INS इम्फाल की कमीशनिंग भारत की नौसैनिक शक्ति को और मजबूती प्रदान करेगा, ऐसा मेरा पक्का विश्वास है. साथियों, INS इम्फाल की विशेषताओं पर यदि हम गौर करें तो हम पाएंगे कि इसका खुद का नाम इम्फाल के नाम पर रखा गया है, जो नॉर्थ ईस्ट की ग्लोरी को प्रदर्शित करता है. इसका सैंक्शन दिल्ली में हुआ, जो उत्तर भारत में है. जिस प्रोजेक्ट के अंतर्गत INS इम्फाल आता है, उस 15B प्रोजेक्ट में देश के 4 बड़े शहर यानी विशाखापट्टनम, मुर्मुगांव, इम्फाल और सूरत के नाम आते हैं.
आईएनएस इम्फाल खुद विशाखापट्टनम क्लास के अंतर्गत आता है, जो दक्षिण भारत को रिप्रेजेंट करता है. ഇതുപോലെ വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിനായി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു. പ്രതിരോധ രംഗത്തെ സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുള്ള സേനയുടെ പ്രതിബദ്ധതയുടെ പ്രതീകമാണ് INS ഇംഫാൽ എന്നത് നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ പറഞ്ഞു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ദർശനത്തിന്റെ സാക്ഷ്യപത്രമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. Imphal is the third in the project 15 Bravo class of guided missile stealth destroyers, and as is the case with her predecessors, she has been fully conceptualized, designed and constructed indigenously. Thus, she has the distinction of being a shining symbol of Bharatiya Nausena's unflinching commitment to the vision of Atmanirbharta, as well as a testament to Ek Bharat, Shresth Bharat. രാജ്യത്തെ ഓരോ ജില്ലയിൽ നിന്നും ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ ഗ്രാമത്തിൽ നിന്നും കുറഞ്ഞത് ഒരു അഗ്നിവീരന്മാരെയെങ്കിലും ഉൾപ്പെടുത്താൻ സേന ലക്ഷ്യമിടുന്നു എന്ന സുപ്രധാന പ്രഖ്യാപനവും നാവികസേനാ മേധാവി നടത്തി. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ പേരിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ യുദ്ധക്കപ്പൽ കൂടിയാണിത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇംഫാൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ സ്മരണയ്ക്കായാണ് കപ്പലിന് ഈ പേര് നൽകിയത്. ഇന്ത്യയുടെ മറ്റ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളാണ് INS മോർമുഗാവ്, INS കൊച്ചി, INS കൊൽക്കത്ത എന്നിവ. ഈ കരുത്തരെ അറബിക്കടലിൽ വിന്യസിച്ചാണ് ചരക്ക് കപ്പലുകൾക്ക് നേരെ ഈയിടെയുണ്ടായ ആക്രമണങ്ങൾക്കെതിരെ ഇന്ത്യ ശക്തമായ പ്രതിരോധം തീർക്കുന്നത്. ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ വളരെ ഗൗരവമായിട്ടാണ് ഇന്ത്യ വീക്ഷിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇങ്ങനെ പ്രതികരിച്ചു. ആക്രമണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കടൽ കൊള്ളയ്ക്കും ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെയും പ്രതിരോധിക്കുന്നതിനായി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾക്ക് പുറമെ P-8I എയർക്രാഫ്റ്റ്, ഡോണിയേഴ്സ്, സീ ഗാർഡിയൻസ്, ഹെലികോപ്റ്ററുകൾ, തീരസംരക്ഷണ സേനയുടെ കപ്പലുകൾ എന്നിവയെയും വിന്യസിച്ചിട്ടുണ്ട് നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ അറിയിച്ചു. ബീങ് എ ഫസ്റ്റ് റെസ്പോണ്ടർ ഇൻ ദി റീജിയൻ എന്നതാണ് ഇന്ത്യൻ നാവികസേനയുടെ ആപ്തവാക്യം. മാരിടൈം മേഖലയിലെ ഏത് സംഭവങ്ങളിലും ഇടപെടാനും പ്രതിരോധമൊരുക്കാനും നാവികസേന സജ്ജമാണ്. INS ഇംഫാൽ കൂടി സേനയുടെ ഭാഗമായതോടെ ഈ പ്രതിബദ്ധതയ്ക്ക് കൂടുതൽ കരുത്തേകുകയാണ്. നീലാകാശം, കണ്ണെത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന കടൽ, പവിഴപ്പുറ്റുകൾ, സ്നേഹം വിളമ്പുന്ന ജനത. ലക്ഷദ്വീപിനെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ഇതാണ്. എന്നാൽ വികസന രംഗത്തെ ചിത്രം പതിറ്റാണ്ടുകളുടെ അവഗണനയാണ്. ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം വ്യത്യസ്തമാകുന്നത്. പ്രധാനമന്ത്രിയുടെ അഗത്തി, ബംഗാരം, കവരത്തി ദ്വീപുകളിലെ സന്ദർശനം ദ്വീപ് നിവാസികൾക്ക് പുതിയ പ്രതീക്ഷയാണ് നൽകിയത്. 1150 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. സാങ്കേതികവിദ്യ, ഊർജം, ജലസ്രോതസ്സുകൾ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളെ ഉൾക്കൊള്ളുന്നതാണ് പദ്ധതികൾ. കണക്ടിവിറ്റിയാണ് ലക്ഷദ്വീപ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്. ഇതിന് ശാശ്വത പരിഹാരമാണ് കൊച്ചി ലക്ഷദ്വീപ് ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ പദ്ധതി. 2020 ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന അഭിസംബോധനയിലാണ് പ്രധാനമന്ത്രി പദ്ധതി പ്രഖ്യാപിക്കുന്നത്. പൂർത്തിയായ പദ്ധതിയുടെ ഉദ്ഘാടനം കവരത്തി സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നിർവഹിച്ചു. ഇത് ഇന്റർനെറ്റ് വേഗത 100 മടങ്ങിൽ കൂടുതൽ വർദ്ധിപ്പിക്കും. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇതാദ്യമായാണ് ലക്ഷദ്വീപിനെ കടലിനടിയിലൂടെയുള്ള ഒപ്റ്റിക് ഫൈബർ കേബിൾ വഴി ബന്ധിപ്പിക്കുന്നത്. വേഗതയേറിയ ഇന്റർനെറ്റ് സേവനങ്ങൾ, ടെലിമെഡിസിൻ, ഗവേണൻസ്, വിദ്യാഭ്യാസ സംരംഭങ്ങൾ, ഡിജിറ്റൽ ബാങ്കിംഗ്, ഡിജിറ്റൽ കറൻസി ഉപയോഗം, ഡിജിറ്റൽ സാക്ഷരത മുതലായവ പ്രാപ്തമാക്കുന്ന കടലിനടിയിലൂടെയുള്ള സമർപ്പിത ഒപ്റ്റിക് ഫൈബർ കേബിൾ ഉറപ്പാക്കും. ലക്ഷദ്വീപിൽ ആശയവിനിമയ അടിസ്ഥാന സൗകര്യ രംഗത്ത് വലിയ മാറ്റമാണ് പദ്ധതി കൊണ്ടുവരാൻ പോകുന്നത്. 1000 ദിവസത്തിനുള്ളിൽ അതിവേഗ ഇന്റർനെറ്റ് ഉറപ്പാക്കുമെന്ന് 2020 നൽകിയ ഉറപ്പ് പാലിച്ചതായി പ്രധാനമന്ത്രി കവരത്തിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. साल 2020 में आपको मैंने गारंटी दी थी
कि 1000 दिन में आपको तेज इंटरनेट की सुविधा पहुंच जाएगी। आज कोच्चि लक्षद्वीप सबमरीन ऑप्टिकल फाइबर प्रोजेक्ट का लोकार्पण हो गया है। अब लक्षद्वीप में भी 100 गुना अधिक स्पीड से इंटरनेट चल पाएगा। इससे सरकारी सेवाएं हो, इलाज हो, एजुकेशन हो, डिजिटल बैंकिंग हो, ऐसी अनेक सुविधाएं और बेहतर होगी। लक्षद्वीप में लॉजिस्टिक्स सर्विस का हब बनाने की जो संभावना है उनको भी इससे बल मिलेगा। ലക്ഷദ്വീപിനെ ലോജിസ്റ്റിക്സ് ഹബ്ബായി വികസിപ്പിക്കാനുള്ള സാധ്യത ഇതിലൂടെ ശക്തിപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുറഞ്ഞ താപനിലയിൽ കടൽ ജലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്ന നിലയവും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ച പദ്ധതികളിൽ ഉൾപ്പെടുന്നു. ഇത് പ്രതിദിനം 1.5 ലക്ഷം ലിറ്റർ ശുദ്ധമായ കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കും. അഗത്തി, മിനിക്കോയ് ദ്വീപുകളിലെ എല്ലാ വീടുകളിലും കുടിവെള്ള ടാപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പവിഴപ്പുറ്റായതിനാൽ ഭൂഗർഭജല ലഭ്യത ലക്ഷദ്വീപിൽ വളരെ പരിമിതമാണ്. അതിനാൽ ലക്ഷദ്വീപ് ദ്വീപുകളിൽ കുടിവെള്ള ലഭ്യത എപ്പോഴും വെല്ലുവിളിയായിരുന്നു. ദ്വീപുകളുടെ വിനോദസഞ്ചാര ശേഷി ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഈ കുടിവെള്ള പദ്ധതികൾ സഹായിക്കും. लक्षद्वीप में भी हर घर तक पाइप से पानी पहुंचाने के लिए तेजी से काम किया जा रहा है। खारे पानी को मीठे पानी में बदलने वाला नया प्लांट इस मिशन को और आगे बढ़ाएगा। इस प्लांट से हर रोज 1.5 लाख लीटर पीने का पानी मिलेगा। इसके पायलट प्लांट्स अभी कवरत्ती, अगत्ती और मिनिकॉय आइलैंड में लगाए गए हैं. ഡീസൽ അധിഷ്ഠിത ഊർജ്ജ ഉൽപാദന നിലയത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്ന ലക്ഷദ്വീപിലെ ആദ്യത്തെ ബാറ്ററി പിന്തുണയുള്ള സൗരോർജ്ജ പദ്ധതിയായ കവരത്തിയിലെ സൗരോർജ്ജ നിലയം, കവരത്തിയിലെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കോംപ്ലക്സിലെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും പുരുഷന്മാർക്കായി 80 ബാരക്കും രാജ്യത്തിന് സമർപ്പിച്ച മറ്റു പദ്ധതികളിൽ ഉൾപ്പെടുന്നു. കൽപ്പേനിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണത്തിനും അന്ത്രോത്ത്, ചെത്ലാത്ത്, കത്മത്ത്, അഗത്തി, മിനിക്കോയ് എന്നീ 5 ദ്വീപുകളിലെ 5 മാതൃകാ അങ്കണവാടികളുടെ നിർമ്മാണത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകളും വിതരണം ചെയ്തു. കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും കിസാൻ ക്രെഡിറ്റ് കാർഡുകളും പ്രധാനമന്ത്രി കൈമാറി. ലക്ഷദ്വീപിലെത്തിയ ശേഷം പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ അലി മാണിക് ഫാനുമായി നടത്തിയ ആശയവിനിമയത്തെക്കുറിച്ചും പ്രധാനമന്ത്രി അനുഭവങ്ങൾ പങ്കുവച്ചു. ലക്ഷദ്വീപിലെ വിവിധ കേന്ദ്ര പദ്ധതി ഗുണഭോക്താക്കളുമായും പ്രധാനമന്ത്രി സംവദിച്ചു. ലക്ഷദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ വിസ്തൃതി കുറവാണെങ്കിലും ജനഹൃദയങ്ങൾ സമുദ്രം പോലെ ആഴമുള്ളതാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ദ്വീപ് നിവാസികളെ മനസ്സിലാക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രത്തിലുള്ളതെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പദ്ധതികൾ. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ സാധാരണക്കാരിലെത്തിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ തൃശൂർ ജില്ലയിലെ പര്യടനം പുരോഗമിക്കുന്നു. യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ച മേരി കഹാനി മേരി സുബാനിയിൽ നിരവധി ഗുണഭോക്താക്കളാണ് തങ്ങളുടെ അനുഭവം പങ്കുവച്ചത്. PM-EGP പദ്ധതിയുടെ ഗുണഭോക്താവായ പട്ടിക്കാട് സ്വദേശി ധ്വനി ഉത്തമന്റെ പ്രതികരണത്തിലേക്ക്. എൻ്റെ പേര് ധ്വനി ഉത്തമൻ, പീച്ചിയിലാണ് നമ്മുടെ സ്വദേശം. നമ്മൾ ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഇത് കർപ്പൂരത്തിൻ്റെ മാനുഫാക്ചറിങ് ആണ് നമ്മൾ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റിൽ തുടങ്ങുന്ന സമയത്ത് കയ്യിൽ ഒരു
1 രൂപ പോലും ഇല്ലാതെയാണ് ഞാൻ ഈ ബിസിനസ് എന്ന ആശയം വെച്ചിട്ട് ബാങ്കിനെ സമീപിക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ വ്യവസായ ബോർഡിലേക്ക് ചെല്ലുമായിരുന്നു ഫസ്റ്റ്. അവിടെ ചെന്ന് നമ്മൾ നമ്മുടെ ആവശ്യം പറയായിരുന്നു, ഇങ്ങനെ കർപ്പൂരത്തിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യണം എന്നുണ്ട്. ഈ പൂജാ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർപ്പൂരം മാത്രമല്ല, അഗർബത്തി, കുങ്കുമം, വിഭൂതി, ധൂപ് സ്റ്റിക്ക്, അങ്ങനെയുള്ള പൂജാ പ്രൊഡക്ട്സ് എല്ലാം പ്രൊഡക്ഷൻ ചെയ്യാൻ നമുക്കറിയാം. അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, അതിനെങ്ങനെ ഫണ്ട് എത്തിക്കണം, അങ്ങനെയുള്ള ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ തൃശ്ശൂർ വ്യവസായ ബോർഡുമായിട്ട് സമീപിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ അവർ കേന്ദ്രത്തിൻ്റെ മോദിജിയുടെ ഒരു പദ്ധതിയുണ്ട്, PMEGP പദ്ധതി. അതായത് ലേഡീസിന് 35% സബ്സിഡിയാണ് അതിൽ പറയുന്നത്, 25% ജെൻസിനും സബ്സിഡി പറയുന്നുണ്ട്. അപ്പോൾ ഈ ലോൺ എനിക്ക് അവർ എടുക്കാൻ വേണ്ട എന്തൊക്കെയാണ് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അവരാണ് നമുക്ക് തരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് ബന്ധപ്പെടുമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരൊരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മളങ്ങനെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്ത്, അതായത് ഞാൻ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ചിട്ട്, അത് എങ്ങനെയാണ് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് എങ്ങനെയാണ്, അവർക്ക് കർപ്പൂരത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലധികം അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊരു വിശദമായൊരു പ്രൊജക്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ അവരുടെ ഹെൽപ്പോട് കൂടിയിട്ട്, സബ്സിഡിയോട് കൂടി ലോൺ എടുത്ത് നമ്മൾ സംരംഭം സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു 3-4 വർഷം കഴിഞ്ഞ് സബ്സിഡിയൊക്കെ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യണം, ഒന്നും കൂടി നമ്മുടെ ബിസിനസ് ഒന്ന് ഇവാബറേറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുറത്തേക്കൊക്കെ ഔട്ട് ഓഫ് സ്റ്റേറ്റൊക്കെ നമ്മുടെ ഐറ്റം പോകണം എന്നുണ്ടായിരുന്നു. പിന്നെ GST എടുക്കാനുള്ളതും എങ്ങനെയാണ് ടാക്സുകൾ, അതിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് അവർ തന്നെ ലീഡ് ചെയ്ത് തന്നിരുന്നു. ലീഡ് ബാങ്ക് അന്ന് കനറ ബാങ്ക് ആയിരുന്നു. അപ്പോൾ അവരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു, SBI ബാങ്കിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നീട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നീട് PMEGP ക്ലോസ് ചെയ്തിട്ട് പിന്നീട് മുദ്ര ലോൺ എടുക്കുകയാണ് ഉണ്ടായത്. ഏകദേശം മുദ്ര ലോൺ എടുത്ത്, അതിന് സബ്സിഡി ഇല്ല, നമുക്ക് മുദ്ര ലോണിന് നമുക്ക് സബ്സിഡി വരുന്നില്ല. പക്ഷേ നമുക്ക് എല്ലാവിധ സപ്പോർട്ട്, ഇനിയിപ്പോൾ അത് ടേം ലോൺ ആയിട്ട് അടയ്ക്കണമെങ്കിൽ അങ്ങനെ, അല്ല OD ആയിട്ടാണ് നമുക്ക് വേണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ എനിക്കിതിൽ സത്യം പറഞ്ഞാൽ താങ്ക്സ് പറയാനുള്ളത് നരേന്ദ്രമോദിജി സർക്കാരിനോടാണ്. കാരണം എന്താ വെച്ചാൽ അവർ നമുക്ക് സ്വന്തമായിട്ട് പാരമ്പര്യമായിട്ട് സ്വത്തില്ല, നമ്മൾ പഠിച്ചിറങ്ങിയ പുതിയ സംരംഭകർ, നമുക്ക് ബിസിനസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയില്ല, അതിനെല്ലാം കൃത്യമായ ക്ലാസ്, 10 ദിവസത്തെ EDP ക്ലാസ് നമുക്ക് കിട്ടേണ്ടായി. അതിലൂടെ നമുക്ക് ഈ വ്യവസായ ബോർഡിനെ കുറിച്ച്, ടാക്സിനെ കുറിച്ച്, മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, എങ്ങനെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ ഈ 10 ദിവസം കൊണ്ട് നമുക്ക് പറഞ്ഞു തരേണ്ടായി. അതിനുശേഷമാണ് നമ്മൾ ഈ പറയുന്ന ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഇത് വന്നത്. അത് വളരെ സന്തോഷം തോന്നി. കാരണം ഇപ്പോൾ നിലവിൽ അങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യുക മാത്രമല്ല, നമ്മളതൊരു ഷോപ്പായിട്ട് നമുക്കൊരു ഔട്ട്ലെറ്റ് വന്നു. പുറത്തേക്കൊക്കെ ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് തൻവി അരോമ സ്പൈസസ് എന്നുള്ള ബ്രാൻഡിൽ നമുക്ക് ഐറ്റംസ് പുറത്തേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തലത്തിലും നോക്കുമ്പോഴും നമുക്ക് വളരെ സപ്പോർട്ടാണ്. 1 രൂപ പോലും കയ്യിലില്ലാതെ തുടങ്ങിയ സംരംഭത്തിന് ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്വന്തമായി സമ്പാദിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഒരുപാട് സന്തോഷം. കാരണം അങ്ങനെയുള്ള പുതിയ സംരംഭകരെ, പുതിയ ബിസിനസ്സുകാരെ പ്രൊമോട്ട് ചെയ്യാൻ മോദി സർക്കാർ കാണിക്കുന്ന ഈ ഒരു കാര്യത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അമൃതഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.